ഹലോ ഇറ്റ്സ് മീ ബിനീഷ്. നമ്മളിന്നൊരു അതിമനോഹരമായ വീടിൻ്റെ വിശേഷമായിട്ട് വന്നു കേട്ടോ. നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ ഒരുപാട് പ്രവാസികളുള്ളതാണ്. പ്രവാസികളൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും നാട്ടിൽ നല്ലൊരു വീട്, ആ വീട് നല്ല ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്ത് നല്ല കിടുക്കാച്ചിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു വീട്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ നന്നായിട്ട് രാജകീയമായിട്ട് തന്നെ താമസിക്കാൻ പറ്റുന്ന ഒരു കിടിലം വീടിൻ്റെ ഒരു കിടിലം വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ പ്രവാസിയായിട്ടുള്ള നമ്മുടെ മലപ്പുറത്ത് അധികം ആൾക്കാരും അറേബ്യൻ നാടുകളിലാണ് പ്രവാസം നയിക്കുന്നത്. എന്നാൽ ഈ പ്രവാസി അങ്ങ് കാനഡയിലാട്ടോ. കാനഡയിലുള്ള പ്രവാസിയായിട്ടുള്ള യൂസഫ് ഖാൻ്റെ ഒരു കിടിലൻ വീടിൻ്റെ വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളെ പ്ലാൻ ഇല്ല അല്ലേ? നിങ്ങള് ഗ്രൂപ്പിൽ ഇങ്ങനെ സാഹചര്യം പറ്റുമോ, പുറത്തൊരു ബാൽക്കണി നല്ലൊരു റോട്ടിൽ കാഴ്ച കൂടി ലഭിക്കുന്ന രൂപത്തിലൊരു ബാൽക്കണി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്തു, ഈ സ്ലാബ് വാർക്കുന്നത് ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു, ഒന്ന് നീട്ടി വാർത്തത്. അതെ, നമുക്ക് ഇതിലൂടെ പല യാത്ര പോകുമ്പോൾ ആദ്യം കാണുന്ന ഏരിയ. അപ്പോൾ നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ വീട്ടിലേക്കുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്ത MA ഗ്ലാസ് ആൻഡ് പ്ലൈവുഡിൻ്റെ ടീംസ് ആട്ടോ, നമ്മളെ ഇല്യാസ്ക്കും മനാഫ്ക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം ഈസ് നോട്ട് എ പ്ലേസ്, ഇറ്റ്സ് എ ഫീൽ ആണ്. നമ്മുടെ ഈ ഷഹാസിലയുടെ എൻട്രിനാണോ ഭയങ്കര ഇമ്പ്രസീവ് ആട്ടോ. ഇനി തള്ളണ്ട, താനെ തുറക്കും. അതാ മോസ്റ്റ് മോഡേൺ ഗേറ്റ് ആട്ടോ. നമ്മളൊരു പ്രസ് ചെയ്താൽ മതി, ആശം താനെ തുറന്നോളും. അതുപോലെ തന്നെ ഈ ഗേറ്റിൻ്റെ പൊസിഷനും നമ്മുടെ വീടിൻ്റെ ഭംഗി ശരിക്കും പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗേറ്റാണ്. ആ ഒരു ഗേറ്റ് വീടിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നു. ഗേറ്റ് കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി മുറ്റാട്ടോ. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള കാറൊക്കെ ഭംഗിയായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം മുറ്റാണ്. അങ്ങനെ നമ്മൾ മുറ്റത്ത് നിന്ന് അങ്ങോട്ട് നേരെ കയറി കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി ഒരു സിറ്റ് ഔട്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ. ഒരു ലോങ് സിറ്റ് ഔട്ടാണ്, അതിനെ കൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റും. വല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് സിറ്റ് ഔട്ട് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷഹാസ് വില്ലൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട്. ഇനി ഉള്ളിൽ ഇനിയാണ് കാഴ്ചകളുടെ ഒരു മായാ ലോകം കേട്ടോ. ഒരുപാട് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നമ്മളെ ഷഹാസ് വില്ലൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോകാം, കമാ. അങ്ങനെ നമ്മൾ യൂസഫ് ഖാൻ്റെ ലിവിങ് റൂമിലെത്തിട്ടോ. അടിച്ചാൽ ഒരു ലിവിങ് റൂം. ഒരുപാട് ഐഡിയാസും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളാണ് നമ്മൾ യൂസഫ് ഖാൻ. അങ്ങനെ ആ ആഗ്രഹങ്ങൾ കൊണ്ട് വലിയൊരു താജ്മഹൽ പണിതാണ് യൂസഫ് ഖാൻ്റെ ഈ ഷഹാസ് വില്ല. ഒരു രക്ഷയില്ല, കിടിലം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കിടിലം പ്ലാനിങ്. യൂസഫ് ഖാൻ ഷഹാസ് വില്ലയിൽ പ്രീമിയം സാധനങ്ങളായിട്ട് ഉപയോഗിച്ച് ഇപ്പോൾ സോഫയാണെന്നുണ്ടെങ്കിലും കംഫർട്ടബിളിൻ്റെ അങ്ങേ അറ്റം. നമ്മൾ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു പ്രസ്സിലൂടെ നമുക്ക് ആസ്വദിച്ച് ആഹാരമാദിച്ച് TV കാണാം. അതുപോലെ തന്നെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. ഒരു വീട്ടിൽ ഇരിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ ലിവിങ് റൂമിൽ തന്നെ അതിൻ്റെ കാഴ്ച കാണുന്നത്. റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലിവിങ് റൂം. നമ്മൾ ഈ ലിവിങ് റൂം ഒരു ഡബിൾ ഹൈറ്റ് ലിവിങ് റൂം ആട്ടോ വരുന്നത്. അതുപോലെ തന്നെ മിനിമൽ ഡിസൈൻ ചെയ്തിട്ട് നല്ല കണ്ണിന് നല്ലൊരു കുളിർമ കിട്ടുന്ന ഡിസൈൻസാണ്. മിനിമൽ ഡിസൈനിൽ മാക്സിമം റിസൾട്ടാണ് ഇവിടെ. അങ്ങനെ ലിവിങ് റൂമും കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കേട്ടോ. ഡൈനിങ് ഹാൾ അത്യാവശ്യം നന്നായിട്ട് വീതിയും വിസ്താരമൊക്കെ ഉള്ള ഫ്രീ ആയിട്ട് മൈൻഡ് സെറ്റാകാൻ പറ്റുന്ന ഒരു കിഡിലൻ ഡൈനിങ് ഹാളാട്ടോ. ഈ ഒരു ഡൈനിങ് ഹാൾ നോക്കിയാൽ ഡൈനിങ് ഹാളിൻ്റെ പൊസിഷൻ എക്സാക്ട്ലി ഗുഡ്. ഏകദേശം ഒരു 8 പേർക്ക് നല്ല സുന്ദരമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ഹാൾ. അതുപോലെ തന്നെ ഒരു വലിയൊരു TV യൂണിറ്റ് ഉണ്ട് കേട്ടോ. നല്ല കിടിലൻ TV. അത്രയും ആൾക്കാർക്ക് നന്നായിട്ട് വലിയൊരു സിനിമ കാണുന്ന പോലെ തന്നെ സിനിമയും കണ്ട് TV ചാനലും കണ്ട് ഫുഡും കഴിച്ചാൽ ഉഷാറാവും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റ് നോക്കിയാൽ സിമ്പിളാണ് ഡിസൈൻ. സിമ്പിൾ ഡിസൈനിൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോർ കൂടി അറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ നോക്കുമ്പോൾ ഒരു വലിയൊരു ഏരിയ അവിടെ ക്രിയേറ്റ് ചെയ്ത പോലെ ഉണ്ട്. നമുക്ക് ആ എൻഡ് മുതൽ ഈ എൻഡ് വരെ ഒരേ പാറ്റേൺ അതിനെക്കൊണ്ട് വലിയൊരു ഏരിയ നമുക്കിവിടെ ചെയ്തു വെച്ചൊരു ഫീലുണ്ട്. ഒരു വീട്ടിലെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള സ്പേസ് എവിടെ നിന്നല്ലോ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ. നമ്മൾ ഏറ്റവും കൂടുതൽ ലവ്, ഏറ്റവും കൂടുതൽ കെയർ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്ന നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടല്ലോ, അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചേക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരാതിയും പരിഭവങ്ങളും ഒക്കെ തീർക്കുന്ന ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. കമാ.
അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു മാസ്റ്റർ ബെഡ്റൂം കേട്ടോ. നല്ലൊരു കിങ് സൈസ് ബെഡ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല കബോർഡ്സ് ഉണ്ട്. ഈ കബോർഡ്സ് നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകും. പിന്നെ അത് മാത്രമല്ല നല്ല ലൈറ്റിംഗ് ആംബിയൻസ് നോക്കി അതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റിങ് ഓവറായിട്ട് വാരി വിതിരെ വെളിച്ചും കാര്യങ്ങളില്ല. നല്ലൊരു ഡിം ലൈറ്റിൽ നമുക്ക് ഒരു ബെഡ്റൂമിന് എന്താണ് ആവശ്യം ആ രീതിയിൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു കിട്ടില്ല ബെഡ്റൂം. പിന്നെ ഈ ബെഡ്റൂമിൽ സംഭവം ഒരു സാധനം കാണുന്നില്ല, എന്താണെന്നറിയോ? ഈ ബാത്റൂമിൻ്റെ വാതിൽ എവിടെയാണെന്നുള്ളതാണ് ഇവിടെ ഡൗട്ട്. ഫസ്റ്റ് കയറിയപ്പോൾ ഞങ്ങൾക്കും ഡൗട്ട് അടിച്ചോ. ഈ ഒരു പാറ്റേൺ കണ്ടോ, ഈ ഒരു മിറർ മുതൽ ഈ ചുമര് വരെയുള്ള ഒറ്റ യൂണിറ്റിൽ ചെയ്തേക്കുന്നത്. ഇതിൽ ബാത്റൂം യൂണിറ്റാണ് ഈ കാണുന്നത്, കണ്ടോ? അതുപോലെ വളരെ എലഗൻ്റായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ബാത്റൂം കേട്ടോ. ഈ ഒരു ബാത്റൂമിൽ വെറ്റ് ഏരിയ ഉണ്ട്, ഡ്രൈ ഏരിയ ഉണ്ട്. ഒരു ബാത്റൂമിൽ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തിരിക്കുന്നത് വളരെ നല്ലത്, ഹൈജീനിക് ആയിരിക്കും. എപ്പോഴും വെള്ളം നിൽക്കുന്ന ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ ഉണ്ടാവുക. നമ്മൾ വെറ്റും ഡ്രൈയും തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമല്ല. അപ്പം മാക്സിമം സ്പേസ് ഉള്ളവരൊക്കെ ഇതേപോലെ വെറ്റ് ഏരിയ സെപ്പറേറ്റ് സെഗ്മെൻറ്റ് ചെയ്ത് വെക്കുക, ഡ്രൈ ഏരിയ സെപ്പറേറ്റ് സെഗ്മെൻറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ഈ ബാത്റൂമിൽ വെറ്റ് ഏരിയയിലേക്ക് എൻ്റർ ചെയ്യാൻ ഒരു സ്ലൈഡിങ് കൊടുത്തിട്ടുണ്ട്. ടെഫൻ ഗ്ലാസ് വെച്ചിട്ട് ചെയ്തൊരു സ്ലൈഡിംഗ് ആണ്. അപ്പോൾ ഈ സ്ലൈഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് കുളിക്കുന്നത് ബാത്തിങ് സ്പേസിലേക്ക് എത്തി. ഇവിടെ കണ്ടോ ഒരു നയാഗ്ര വെള്ളച്ചാട്ടത്തിനുള്ള സെറ്റപ്പ് മുഴുവൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൻ ഷവറായിട്ട് ഇതാ ഈ ഒരു ഐറ്റം. പിന്നെ ചുമരിൽ 1 2 3 4 സെഗ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോട്ട് വാട്ടർ ഉണ്ട്, നോർമൽ വാട്ടർ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരു കുളി കുളിച്ചാണ്ടല്ലോ ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന ഒരു ഫീല് വരും, അജ്ജാതിപ്പൊളി. അങ്ങനെ നമ്മൾ ബാത്ത് ഏരിയ കഴിഞ്ഞ് അടുത്തതാ ടോയ്ലറ്റ്. യൂറോപ്യൻ ടോയ്ലറ്റ് ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈജീനിക്കിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്തതിനെ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്ലോസറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ ഈ കാണുന്നത് ഓട്ടോഷൻ്റെ മറ്റേ കിക്കറും സാധനം നല്ല കേട്ടോ. അതുപോലെ ഹാൻഡ് ബ്രേക്ക് ആണെന്ന് വിചാരിക്കാൻ വേണ്ട, ഇതൊരു മോഡേൺ സിസ്റ്റം. നമ്മുടെ ഈ ഒരു ടോയ്ലറ്റിൽ ബാത്റൂമിൽ ഹാൻഡ് ഷവറിൻ്റെ കേസ് കാണുന്നില്ല കേട്ടോ. നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞു പോകും, കാണാൻ ഒരു ചാൻസും ഇല്ല. കാരണം ആ സംഭവം ഇതാ ഇവിടെ ഈ ഒരു ഹാൻഡിൽ ബാറിൽ തന്നെയാണ് കംപ്ലീറ്റ് ഉള്ളത്. നമ്മളെ കാര്യം കഴിഞ്ഞതിന് ശേഷം ഇതാ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടോയ്ലറ്റ് തന്നെ ക്ലീൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ മെയിൻ ബെഡ്റൂം കഴിഞ്ഞ് ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം കൂടി ഉണ്ടോ. ദേ ഈ ഒരു ബെഡ്റൂം ഇവിടെയും പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ നൈസ് ഡിസൈൻസ് ചെയ്ത് ഡിസൈൻ ഓവറാക്കാണ്ട് എല്ലാ ഡിസൈൻസ് മനോഹരമായി ചെയ്തൊരു ബെഡ്റൂം. ദേ നമ്മുടെ ബെഡ്റൂമൊക്കെ അടിപൊളിയായിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി നേരെ അടുക്കള കിച്ചണിലേക്കുള്ള പോക്കട്ടോ. മോനെ ഏതാ കിച്ചണിലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാട്ടോ. ഒരു മോസ്റ്റ് മോഡേൺ അൾട്രാ കിച്ചൺ തന്നെ പറയും. അപ്പം നേരെ ഇവിടുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഷഹാസ് വില്ലയിലെ അടുക്കളനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലോ ഒരു 100 കഥ പറയാൻ മാത്രം ഉണ്ട് കേട്ടോ. കാരണം ഒരുപാട് സംഭവങ്ങളും വെറൈറ്റീസും ഉണ്ട് ഇവിടെ. സ്റ്റാർട്ട് ചെയ്യുന്നതാ ഇൻഡക്ഷൻ ഇലക്ട്രിക് സ്റ്റൗ ആണ് ഇവിടുത്തെ മെയിനും. ഇലക്ട്രിക് സ്റ്റൗ ഇവിടെ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ടുള്ള മെയിൻ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇലക്ട്രിക് സ്റ്റൗ ഇവിടെ ഉണ്ട്. 1 2 3 4 പോയിൻ്റ് ഉണ്ട്. നമുക്ക് അറ്റ് എ ടൈമിൽ 4 പാത്രങ്ങൾ വെച്ചിട്ട് കുക്കിംഗ് വളരെ സിമ്പിളാക്കാം. അതുപോലെ തന്നെ പുകയോ കാര്യങ്ങളോ ഓൾറെഡി ഇതിലുണ്ടാവില്ല, ഇനിയുള്ള പുകയും കാര്യങ്ങളും ഈ ഇലക്ട്രിക് ഹോബിലൂടെ നേരെ പോയിക്കോളും. ഈ ഇലക്ട്രിക് സ്റ്റൗവിനെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താ പറയുക, നമ്മൾ ഈ വൈറ്റ് സെഗ്മെൻറ്റ് ഉണ്ടല്ലോ പൊളി ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്നവർക്ക് ടേബിളിൻ്റെ പുറത്ത് വെക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് ഈ വൈറ്റ്. നമ്മളെല്ലാവരും ഭയപ്പെടുന്നൊരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ ചളിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയില്ലെന്നുള്ളത്. ചളിയായാലും അറിയണം, എന്നാലേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വൈറ്റ് ടോപ്പിൽ നല്ല ബ്ലാക്ക് സ്റ്റൗ. അടുത്ത് നമ്മൾ വാഷ് ബേസിൻ. ഈ ഒരു വീട്ടിൽ വാഷ് ബേസിൻ ഉണ്ടല്ലോ കീഴണം. അതായത് അടുക്കളയിൽ ഒരുവിധം പരിപാടികളൊക്കെ നമുക്ക് ഈ വാഷ് ബേസിനിൽ അങ്ങോട്ട് സെറ്റാവും. പിന്നെ ഇതൊരു മെയിൻ ആയിട്ടാണ് നമ്മൾ കുടിവെള്ളം വരുന്ന ഇതിലൂടെയാണ്. നമ്മൾ ഈ വെള്ളം തന്നെയാണ് ഇവിടെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് UV ട്രീറ്റഡ് വെള്ളമാണ്, ഫിൽറ്റർ ചെയ്ത വെള്ളമാണ്. അപ്പോൾ അത് ഈ പൈപ്പിലൂടെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഈ സ്വിച്ചസൊക്കെ ഒരുപാട് ഐറ്റംസ്. അതായത് നമ്മൾ പാത്രം കഴുകുകയാണ്, നമുക്ക് പാത്രത്തിലെ അഴുക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ വൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ കാണുന്നത്. അത് കൂടാണ്ട് ഇത് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഒന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സുന്ദരമായിട്ട് ഈ പരിപാടി കഴിയുന്നത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇതിൽ തന്നെ പല രീതിയിൽ നമുക്ക് സ്പ്രെഡ് ആയിക്കട്ടോ. അങ്ങനെ ഈ സ്വിച്ച് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചായ കുടിച്ചു, നമുക്ക് കൈ പോലും നനയാണ്ട് ഗ്ലാസ് കഴുകാം. കണ്ടോ ഈ ഒരു സ്വിച്ച് നമ്മൾ ചായ കുടിച്ച ഗ്ലാസ് നേരെ ഇതിൻ്റെ മേലെ വെക്കുന്നു. സ്വിച്ച് അമർത്തുന്നു, ഗ്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കഴുകുന്നു. എന്താ സെറ്റപ്പ് അല്ലേ? നമ്മളെ കയ്യിൽ ഒരു തുള്ളി വെള്ളം പോലും ആവേണ്ട ഗ്ലാസ് കഴുകലും പരിപാടിയും കഴിയും, വളരെ ഫാസ്റ്റായിട്ട് കഴിയും. എന്നിട്ട് ഇതങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി.
അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ കഴുകുമ്പോണ്ടല്ലോ ഇതാ ഈ ട്രേ ഈ ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇതിനങ്ങോട്ട് ക്ലീനാക്കി കഴുകാം. അന്നതിന് ശേഷം നമ്മൾ വെള്ളം വാർക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് ഞങ്ങൾ മാറ്റി വെക്കാം. ഇവിടെ ബാക്കി പരിപാടി നടക്കും. അപ്പോൾ എല്ലാം കിട്ടും ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള വാഷിംഗ് ഏരിയ ആണ്. ഇതൊരു കിടിലൻ സെറ്റപ്പ് ആണ്. ഒരു വീട്ടിൽ ഈ ഒരു സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പരിപാടികൾ ഒരുമിച്ച് ഒറ്റയടിക്ക് ഇവിടെ നിന്ന് കഴിയും. ഇതും ഇതേപോലെ തന്നെ വൈറ്റ് ടോപ്പ്, അതിൻ്റെ അടിയിലുള്ള കളർ കോമ്പിനേഷനൊക്കെ കൊണ്ട് തന്നെ നല്ല വൃത്തിയാണ്. ഈ ഒരു കിച്ചൺ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്, മൈൻഡിലൊരു കൂൾ ഫീലിംഗ് വരും. ഈ ഒരു കളർ കോമ്പിനേഷനും പിന്നെ ഇവിടുത്തെ ഈ സെറ്റപ്പും കാര്യങ്ങളും കൊണ്ടൊക്കെ നല്ലൊരു അടിപൊളി അടുക്കള തന്നെ കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെല്ലാവർക്കും ടെൻഷനുള്ള ഒരു പരിപാടിയാണ് ഈ പാത്രം കഴുകൽ. അങ്ങനെ പാത്രം കഴുകലിനുള്ളൊരു സൊല്യൂഷനാണ് ഡിഷ് വാഷ്. ഈ ഡിഷ് വാഷ് ഇതേപോലെ നമ്മൾ പാത്രങ്ങൾ അടുക്കി വെച്ച് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് നമ്മൾ ഈ ബട്ടൺ അങ്ങോട്ട് അമർത്തി പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പാത്രം കഴുകും. അതേപോലെ തന്നെ ഒരുപാട് മോഡേൺ സാധനങ്ങൾ കൊണ്ടുള്ള നിറഞ്ഞൊരു അടുക്കള തന്നെ കേട്ടോ. ഓരോ ഇലക്ട്രിക് കെറ്റിലുണ്ട്, അതുകൂടാണ്ട് ഓവൻ വരുന്നുണ്ട്. നമുക്കിപ്പോൾ കേക്കോ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഓവനിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓവൻ ചെയ്തോളും. പിന്നെ ഒരു ഇലക്ട്രിക് ഫ്രയർ വരുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ സാധനമാണല്ലോ ഇലക്ട്രിക് ഫ്രയർ. അപ്പോൾ ഫ്രയർ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ നമുക്ക് വീട്ടിലെ കൊച്ചുമക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊരി ഐറ്റംസ്, ബ്രോസ്റ്റ് ഐറ്റംസൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. അതിനും വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഫ്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഇലക്ട്രിക് ഫ്രയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ റോസ്റ്റും കാര്യങ്ങളും അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ബ്രെഡ് ടോസ്റ്റർ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് കഴിക്കണോ, നല്ലൊരു ബ്രെഡ് അങ്ങോട്ട് ടോസ്റ്റ് ചെയ്ത് ഒരു പാലങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായി. അപ്പോൾ ബ്രെഡ് ടോസ്റ്ററും ഇലക്ട്രിക് ഫ്രയറും ഇലക്ട്രിക് ഓവനും എല്ലാം കൊണ്ട് ഒരു മോഡേൺ അടുക്കളയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ഈ അടുക്കളയിലുണ്ട്. അപ്പോൾ നമ്മളെ മെയിൻ അടുക്കള ഇലക്ട്രിക് അടുക്കള കഴിഞ്ഞ് ഇനി നമുക്ക് നോർമൽ അടുക്കളയുണ്ട് കേട്ടോ. അത് കിച്ചൻ്റെ 2 സെഗ്മെൻറ്റാണ്. മോഡേൺ സെഗ്മെൻറ്റ് കഴിഞ്ഞ് അടുത്തതാണ്. ഇവിടെ മോഡേൺ ഒരു കുറവൊന്നുമില്ല. നമ്മൾ ഗ്യാസ് സ്റ്റവ്, നോർമൽ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ക്ലീനിങ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊക്കെ അൾട്രാ മോഡേൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു വർക്ക് ഏരിയ പോലും ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു അടുക്കള കിച്ചൺ ഓൾറെഡി അവിടെ കണ്ട്, ഇപ്പോൾ ഒരു വർക്ക് ഏരിയ കണ്ട്, വർക്ക് ഏരിയയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അടുക്കള ഒരു 100-ൽ 100 കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ അടുക്കള തന്നെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഇനി ഇതേപോലെ ഒരുപാട് വിശേഷങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട്. അപ്പം ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഈ ഹാൻഡ് റെയിലാട്ടോ. ഇത് ഗ്ലാസ് ഹാൻഡ് റെയിലാണ്. ഈ ഗ്ലാസ് ഹാൻഡ് റെയിലിൻ്റെ സ്പെഷ്യാലിറ്റി അറിയാലോ, 10 അല്ല 20 വർഷം കഴിഞ്ഞാലും ഈ ഒരു മോടി നശിക്കൂല. ഇതിങ്ങനെ എവർഗ്രീൻ ആയിട്ട് കിടക്കും. മറ്റ് പല ഹാൻഡ് റെയിൽസും പല മോഡൽസ് വന്നു കഴിഞ്ഞാലും ഈ ഗ്ലാസ് ഹാൻഡ് റെയിൽസിന് ഈ ടോപ്പ് റെയിൽ വുഡൻ ചെയ്തിട്ടുള്ള ഈ ഒരു മോഡൽ എന്നും നിലനിൽക്കും, എവർഗ്രീൻ. അപ്പോൾ വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് റെയിലാണ് ഈ കാണുന്നത്. ഈ ഹാൻഡ് റെയിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ ഫസ്റ്റ് ഫ്ലോർ മുതൽ സെക്കൻഡ് ഫ്ലോർ വരെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു ഹാൻഡ് റെയിലാണ്. ഒരു മെയിൻ അട്രാക്ഷൻ തന്നെ. കാരണം ഈ വീടിൻ്റെ ഏത് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാലും ഈ ഹാൻഡ് റെയിലിൻ്റെ ഭംഗി ഇങ്ങനെ എടുത്ത് കാണിക്കും. ഈ ഹാൻഡ് റെയിലിൻ്റെ ഭംഗി എടുത്ത് കാണിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ലൈറ്റ് ആക്കുന്നത് നമ്മളെ ടോപ്പിൽ നിന്ന് അങ്ങോട്ട് ബോട്ടത്തിലേക്ക് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു ലൈറ്റിംഗ് ആണ്. ഇത് നൈറ്റിലൊക്കെ ഇതിൻ്റെ വ്യൂ ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഇത്രയും ലോങ് ലൈറ്റ്. അപ്പം ഈ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത് നമ്മളെ MA ഗ്ലാസ് ആൻഡ് പ്ലൈവുഡിൻ്റെ സമദ് ഭായ് ആണ്. അപ്പോൾ സമദ് ഭായ് ഈ ഒരു വർക്ക് അത്യാവശ്യം നന്നായിട്ട് ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഹാൻഡ് റെയിൽസിൻ്റെ മെറ്റീരിയൽസിൻ്റെ മാത്രമല്ല കേട്ടോ, ഈ വീട്ടിലെ ഇൻറ്റീരിയറിന് ഉപയോഗിച്ച 99% മെറ്റീരിയൽസും മലപ്പുറത്തെ കോണമ്പാറയുള്ള MA ഗ്ലാസ് ആൻഡ് പ്ലൈവുഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ MA ഗ്ലാസ് ആൻഡ് പ്ലൈവുഡിൽ കോൺടാക്ട് ചെയ്യാൻ ഇതേപോലെ വൃത്തിക്കുള്ള, ഭംഗിയുള്ള, ക്വാളിറ്റിയുള്ള മെറ്റീരിയലിന് വേണ്ടിയിട്ട്. അപ്പം ഈ ഹാൻഡ് റെയിൽസിനും അതേപോലെ തന്നെ ഗ്ലാസ് ആവട്ടെ, ടോപ്പ് റെയിലാവട്ടെ, ഫിറ്റിങ്സ് ആവട്ടെ ഒക്കെ വന്നിരിക്കുന്നത് MA ഗ്ലാസ് ആൻഡ് പ്ലൈവുഡിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഫസ്റ്റ് ഫ്ലോറിൽ ചെറിയൊരു ലിവിംഗ് റൂം സെറ്റപ്പ്, ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ ഈ ആക്സസ്സുകൾ കറക്റ്റ് ആട്ടോ. നമ്മൾ എൻട്രി കഴിഞ്ഞതിന് ശേഷം നേരെ ബെഡ്റൂമുകളിലേക്കും ഉള്ള ആക്സസ് വളരെ കറക്റ്റ്. സ്റ്റെപ്പ് കയറി അങ്ങ് ലാൻഡിങ്ങിലെത്തിയിട്ട് പിന്നെ നേരെ നമുക്കിതാ ഈ റൂം വളരെ വൃത്തിയുള്ള, വളരെ മനോഹരമായിട്ട് ചെയ്ത, സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ റൂം തന്നെ കേട്ടോ. അതെ ഈ ഒരു ബെഡ്റൂമിലെ സ്പെഷ്യാലിറ്റി ഈ ഒരു ഫുൾ സൈസ് മിറർ കേട്ടോ. നമ്മളെ ബെഡ്റൂമിന് മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുൾ സൈസ് മിറർ ഇവിടെ ഉണ്ട്. ഇത് സംതിങ് സ്പെഷ്യൽ ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് എലഗൻ്റ് ലുക്ക്. അതുപോലെ തന്നെ ചെറിയൊരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ കബോർഡ്സ്, ഒരു 2 ഡോർ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. കബോർഡ്സിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ കബോർഡ്സിൻ്റെ ടോപ്പിലും ആ ഒരു സ്പേസും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ബാത്റൂം ഉണ്ട്. ഈ ബാത്റൂമിൽ വരുന്നത് കോർണർ ടൈപ്പ് ഷവർ ആട്ടോ. ഇവിടെ നമ്മൾ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കോർണർ ടൈപ്പ് ഷവർ നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് ഉള്ളിൽ കയറിയിട്ട് ഇവിടെ നന്നായിട്ട് കുളിച്ച് ഉഷാറായിട്ട് അങ്ങോട്ട് വരാം. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് റൂം നമ്മളെ താഴെ ഈ റൂമിൻ്റെ സെയിം സൈസ് കണ്ടു. അതിന് മേലെ ഈ ഒരു സൈസിൽ നല്ല വൃത്തിക്ക് നല്ല ക്ലീൻ ആയിട്ട് ചെയ്തിരിക്കുന്ന സെക്കൻഡ് ബെഡ്റൂം കഴിഞ്ഞാൽ നമുക്ക് തേർഡ് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് മേലെയും. അപ്പം അതിലേക്ക് പോകാം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ
നമുക്ക് നേരെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എത്തും. മാസ്റ്റർ ബെഡ്റൂം പറഞ്ഞ പോലെ നന്നായിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ, നല്ലൊരു ഏരിയയിൽ ഇവിടെ ഒരു വർക്ക് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിലെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടുന്ന് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് പ്ലസൻ്റായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഇവിടെ പുറത്ത് റോഡ് വളരെ അടുത്ത് എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. കൂളായിട്ട് കാമായിട്ട് റിലാക്സ് ചെയ്ത് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഒരു വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുക എന്നുള്ളത് തന്നെ ഒരു വലിയ കിട്ടല. അപ്പോൾ വലിയ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കിവിടെ ഉഷാറായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അതുപോലെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പോർഷൻ വരുന്നുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് ആ ലിവിങ് റൂം കൊടുത്തത്. ആ ലിവിങ് റൂമിലേക്ക് ആരൊക്കെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആരൊക്കെ വന്നു എന്നുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റ്സ് കണ്ടോ, ഇവിടുത്തെ എല്ലാ ലൈറ്റ്സിനും ഭയങ്കര സ്പെഷ്യാലിറ്റി ആട്ടോ. ഈ ഒരു ലൈറ്റ് നോക്കി നമുക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ലൈറ്റാണ്. അപ്പം ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഇലക്ട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു പ്രകടനം തന്നെ അവിടെ കാഴ്ചവെച്ച് നല്ല വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല വർക്ക്. അതേപോലെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ളൊരു എൻട്രി, ഇവിടെ ഒരു മാസ്മരിക സംഭവമാണ് കേട്ടോ. നമുക്ക് റോഡിലേക്കുള്ളൊരു ആക്സസ്, നമുക്ക് ഇവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് മാനേജ്മെൻറ്റ് ഇവിടുത്തെ ഒരു ഭയങ്കര സെറ്റപ്പാട്ടോ. കാരണം കുറഞ്ഞ സ്പേസിൽ മാക്സിമം യൂട്ടിലൈസേഷൻ വരുന്ന രീതിയിലുള്ള എല്ലാ സെറ്റപ്പോടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയ ശരിക്കും ഒരു യൂസ് അല്ലാത്ത ഏരിയയായി മാറാവുന്ന സംഭവമായിരിക്കാം. ചിലപ്പോൾ ആ ഒരു ഓപ്പൺ സ്പേസിൻ്റെ കൂടെ വരേണ്ട സ്പേസ്, എന്നിരുന്നാലും ഇവിടെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, നൈസ് ഫീൽ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹിഡൻ സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ഒരു യൂട്ടിലിറ്റി ഏരിയ, നമ്മുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ വളരെ വൃത്തിക്ക് അതാ ഞാൻ പറഞ്ഞത്, ഒരു നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു പ്ലാനാണ്. ഒരു ഏരിയ പോലും മിസ്സാക്കാണ്ട്, ഒരു ഏരിയ പോലും മിസ് ഔട്ട് ആക്കാണ്ട് കംപ്ലീറ്റ് യൂസ് വരുന്ന ഈ ഒരു പ്ലാന് ഗംഭീരമാണ്. ഈ ഒരു സ്പേസിൽ നല്ലൊരു ഊഞ്ഞാലൊക്കെ കൊടുത്ത് റിലാക്സ് ചെയ്ത് വാഷിംഗ് മെഷീനിലൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് പാട്ടും പാടി കഥയൊക്കെ വായിച്ചു കൊടുത്ത് പോയാൽ മതി. ഈ ഒരു ഏരിയ തന്നെ ഓപ്പൺ സ്പേസ് ആയതിനെ കൊണ്ട് തന്നെ മഴയത്തൊക്കെ അവിടെ നിന്ന് നേരം പോകുന്ന അറിയില്ല. അടിപൊളി, നൈസ്. ഈ വീട്ടിൽ ഒരുപാട് വെറൈറ്റീസ് കണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ കാണുന്നതെല്ലാം കളി, ഇനി കാണാനുള്ളതാണ് യഥാർത്ഥ കളി എന്ന് പറഞ്ഞ പോലെ 2 ഫ്ലോർ നമ്മൾ കവർ ചെയ്ത് ഇനി 3ാമത്തെ ഒരു ഫ്ലോർ ഉണ്ട് മോനെ വീടിന്. അവിടെയാണ് വെറൈറ്റി സാധനങ്ങളുള്ളത്. അത് കാണണ്ട നിങ്ങൾക്ക്, കമോൺ ഫോളോ. 3ാമത്തെ ഒരു ഫ്ലോറിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ലാൻഡിങ്ങിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം കൊടുത്തു നോക്കിയേ. ഇവിടെ വന്ന് ഇവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് സെഗ്മെൻറ്റ് കൊടുത്തു. സംഭവം ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുമ്പോഴുള്ള വ്യൂ, അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുമ്പോഴുള്ള വ്യൂ ഒക്കെ ക്ലിയർ ആയിടാൻ പറ്റുന്ന ഒരു കിട്ടിന സംഭവം. ഈ ഒരു സ്പേസിൽ തന്നെ എയർ പാസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിൽ തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുത്തോ. ഇത് മൊത്തം ഗ്ലാസ് ആണ്, ഈ ഗ്ലാസ്സിൽ തന്നെ ഡിവിഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്പേസാണ്. നമ്മൾ കുറേ നേരം ഈ ഒരു ലൈറ്റിംഗ് സെഗ്മെൻറ്റ് കാണാൻ തുടങ്ങിയിട്ട് മേലെ മുതൽ താഴെ വരെ, അതായത് വീടിൻ്റെ 2nd ഫ്ലോർ മുതൽ ഗ്രൗണ്ട് ഫ്ലോർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ലൈറ്റാട്ടോ. ഈ വീടിൻ്റെ മറ്റേ പറഞ്ഞ പോലെ തന്നെ ആനക്കൊമ്പുണ്ടെന്നൊക്കെ പറയാം ചെറിയ വീട്ടിൽ, അതേപോലെ ഈ വീടിനുള്ളൊരു സെറ്റപ്പാണ് ഈ ജാതി ലൈറ്റ്. ഒരു ആനക്കൊമ്പിന് തുല്യമാട്ടോ ഈ ഒരു ലൈറ്റ്. ഒരു ഭയങ്കര സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി സെറ്റപ്പ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ 3rd ഫ്ലോറിലേക്കില്ലേ എൻട്രിയിൽ ഇങ്ങനെ കിടക്കുക. ഇവിടെ നിന്ന് കടന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഇവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫാമിലി മീറ്റൊക്കെ ഉണ്ടല്ലോ വളരെ ഗംഭീരമായിട്ട് വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിഡിലൻ ഏരിയ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദർ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് വേണം. അപ്പോൾ ആ സ്പേസ് കംപ്ലീറ്റ് ഇവിടെ സെറ്റാണ്. ഇനി അതിലും സെറ്റപ്പ് ഒരു സംഭവം ഉണ്ട്, ഒരു സ്വിമ്മിംഗ് പൂൾ. ഈ ഒരു വീട്ടിൽ ഈ ഒരു സ്വിമ്മിംഗ് പൂൾ നിങ്ങൾ പ്രതീക്ഷയുണ്ടോ? കിഡിലൻ സ്വിമ്മിംഗ് പൂൾ. അതായത് നമുക്കൊരു ഫാമിലി ഗെറ്റൊക്കെ ഉണ്ട്, കുറച്ച് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്, അവർക്ക് വെള്ളത്തിൽ ചാടി കളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു കിഡിലൻ പൂള് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീട്ടിലുള്ള സെറ്റപ്പുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല. കാരണം ഒരു 3 ഫ്ലോറിൽ അതും ഈ ഒരു കുറഞ്ഞൊരു സ്ക്വയർ ഫീറ്റിൽ ഇത്രയും കാര്യങ്ങളോടെ ചെയ്ത ടീംസിനെ ഹാറ്റ്സ് ഓഫ്. ഈ ഒരു പൂളുണ്ടല്ലോ ചാടി കുളിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഈ മാതിരി സാധനം ഇവിടെ ഉള്ളത് മുന്നേ അറിഞ്ഞില്ല. അല്ലെന്നുണ്ടെങ്കിൽ അതിനെ സെറ്റപ്പ് ആയിട്ട് നമ്മൾ പോരുള്ളൂ കേട്ടോ. ഈ ഒരു ഏരിയയിൽ നല്ലൊരു പൊസിഷനിൽ ഒരു പൂള് കൊടുത്തു, അതും 2nd ഫ്ലോറിന് മേലെ ടോപ്പ് ഫ്ലോറിലാക്കിയിട്ട് ഒരു പൂളൊക്കെ കൊടുത്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് നീന്തി അങ്ങ് 100 മീറ്റർ 200 മീറ്റർ പോകാനൊന്നും പറ്റില്ല, പക്ഷേ ഒരു വൃത്തിക്ക് നമുക്കൊരു പൂളിൽ കുട്ടികളും മക്കളൊക്കെ ആയിട്ടൊന്ന് കളിച്ച് തുടിക്കണോ ഇവിടെ പറ്റും, പൊള്ളിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ എൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയ തന്നെ ആയിട്ടത്. കാരണം നൈസ് ഒരു ഏരിയ, നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയ, ഒരു വൈഡ് സ്പേസ്, അവിടെ പ്രോഗ്രാമുകൾ അവിടെ നടക്കുന്നത്, ഇവിടെ കുഞ്ഞുമക്കൾ കുളിക്കുന്നു, എല്ലാം കൂടി ഒരു കളറാക്കാൻ പറ്റുന്ന ഒരു ഫ്ലോർ തന്നെ കേട്ടോ അത്. അതുപോലെ തന്നെ അതിൻ്റെ റൂഫ് ഉണ്ടല്ലോ, റൂഫിൻ്റെ ഈ ഒരു ഏരിയ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അത് മൂവ് ചെയ്താൽ അവിടെ ഓപ്പൺ എയർ. അപ്പോൾ മഴ വരുന്ന സമയമാണെങ്കിൽ നമുക്ക് മഴയത്ത് വേണമെങ്കിൽ പുള്ളി ഇറങ്ങി പിടിക്കാം. അങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഈ ഓപ്പൺ ഏരിയയിൽ നിന്ന് നമുക്ക് മെല്ലെ അങ്ങ് പുറത്തിറങ്ങി കഴിഞ്ഞാണ്ടല്ലോ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞതാ ചൂരലിൻ്റെ ഊഞ്ഞാലൊക്കെ എവിടെയും സെറ്റപ്പ് പോകും. നമുക്ക് ഒരാളെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല, റിലാക്സ് ആക്കലാണ് ഈ വീടിൻ്റെ മെയിൻ ഉദ്ദേശം. നമ്മൾ ഈ വീടിൻ്റെ ഞെട്ടിക്കുന്ന കുറേ സംഭവങ്ങൾ കണ്ട് നമ്മളെ
പ്രതീക്ഷിക്കാത്ത പല ടിസ്റ്റും കണ്ട് ഇനി അതിന് മേലുള്ളൊരു ടിസ്റ്റ് ഉണ്ട്. ആ ടിസ്റ്റ് പറയാൻ ഇവിടെ ഏറ്റവും അർഹനായത് ഇത്രയും നല്ലൊരു വീട് ഇത്രയും ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്ത നമ്മളെ എഞ്ചിനീയർ ഷുഹൈബ് സാറാട്ടോ. അതുപോലെ തന്നെ ഈ വീടിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമ്മുടെ സമ്മതിക്കാം ഒരുപാട് എന്തിനും ഏതിനും കൂടെ എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് യൂസഫ് ഖാൻ്റെ കൂടെ തന്നെ സമ്മതിക്കാം. അപ്പോൾ ആ ഞെട്ടിക്കുന്ന കാര്യം നിങ്ങളെങ്ങനെ പറയും? അതിൻ്റെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പഴയ ഓൾഡ് വീടായിരുന്നു. ഓൾഡ് വീടായിരുന്നോ? ഇതാ അതെ അതെ, ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റൂം, ഈ കാണുന്ന ഈ റൂം പഴയ വീടിൻ്റെ തള്ളപ്പരാറുന്ന റൂമുണ്ട്. ആ റൂം അതുപോലെ തന്നെ നിർത്തിയിട്ടാണ്. ഓക്കെ, സിറ്റ് ഔട്ടും അതുപോലെ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു അല്പം ഭാഗം മാത്രം നമ്മൾ കൂട്ടിച്ചേർത്തിട്ട്. പക്ഷേ ഒരു രക്ഷയില്ല, ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വീട് റിനോവേറ്റ് ചെയ്തെടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹാറ്റ്സ് ഓഫ്, സല്യൂട്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൂടുതൽ വിശേഷം എന്നെക്കാട്ടും ഇവിടെ പറഞ്ഞു തരാൻ അവകാശപ്പെട്ട ആളെന്നാണ് നമ്മുടെ ഈ എഞ്ചിനീയർ. ഇതിലേക്ക് പ്ലാൻ ചെയ്യാൻ വരുന്നത് നമ്മൾ സമദ് ഖാൻ്റെ വഴിയാണ്. ഓക്കെ, മൂപ്പരെ പരിചയത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പിന്നീടാണ് നമ്മൾ യൂസുഫ് സാറെ പരിചയപ്പെടുന്നതും. പിന്നീട് പരിചയപ്പെട്ടതിന് ശേഷം മൂപ്പരെയും രണ്ടുപേരും ഒരു ടീം വർക്ക് പോലെയായിരുന്നു നമ്മൾ ചെയ്തത്. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവർ പല ഭാഗത്തും അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അവിടെ ഇങ്ങനെ മാറ്റം വരുത്താൻ പറ്റുമോ. അപ്പോൾ നമ്മൾ അതിൻ്റെ വശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മാറ്റം വരുത്താൻ പറ്റുന്ന മാറ്റം വരുത്തി ഒരു എല്ലാവരും കൂടി കൂടിയിട്ടാണ് നമ്മൾ. അതുകൊണ്ടായിരിക്കും യൂസുഫ് ഈ ഒരു വീട് വളരെ അതായത് ഒരു കൂട്ടം ആൾക്കാരുടെ ഒരുപാട് ചിന്തകളുടെ ഒരുപാട് നല്ല റിസൾട്ട് നമ്മൾ മാത്രം പ്ലാൻ ചെയ്തിട്ട് പിന്നെ ഇതേ പറ്റുള്ളൂ എന്നല്ല, അവരുടെ കൺസെപ്റ്റ് സ്വീകരിച്ചിട്ട് അതിന് എന്തെല്ലാം സൊല്യൂഷൻ നമ്മൾ എടുത്തിട്ടുണ്ടോ അത് ചെയ്തിട്ട് അങ്ങനെ ഒരു കൂടുതൽ അത് നമ്മളെ ഏത് വരുന്ന നമ്മളെ പൂള്, ഈ പൂള് ആദ്യത്തെ കൺസെപ്റ്റ് ഇല്ല. പിന്നീട് ഒരു ഏകദേശം ഇതിൻ്റെ ഒരു 1ാം ഘട്ട വാർപ്പ് എത്തുമ്പോഴാണ് പൂള് എന്നുള്ള ആശയം അദ്ദേഹത്തിന് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷൻ അവിടുന്ന് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ മുകളിൽ പൂള്. അങ്ങനെ ഓരോന്നും അവരെ ഓരോ സമയത്തും അവരുടെ കൺസെപ്റ്റും കൂടി സ്വീകരിച്ചിട്ട് നല്ലൊരു രീതിയിലാണ് അവർക്ക് അവരെ ഇതിൻ്റെ പിന്നെ എല്ലാ പൂർത്തീകരണത്തിന് ശേഷം നല്ല എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ആ ആഗ്രഹങ്ങളൊക്കെ പ്രാക്ടിക്കലാണോ എന്ന് ബോധ്യപ്പെടുത്തുന്നത് നമ്മളെ എഞ്ചിനീയർ സാറാണ്. അപ്പോൾ എഞ്ചിനീയറിങ്ങിൽ നമ്മളെ പ്രാക്ടിക്കാലിറ്റി കസ്റ്റമർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തു കൊടുത്ത് നമ്മളെ ഷുഹൈബ് സാറിന് 100 മാർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷുഹൈബ് സാറിനെ കോൺടാക്ട് ചെയ്യാം. 100% കണ്ണടച്ച് വിശ്വസിക്കാം. കാരണം ഈ ഒരു പഴയ വീടിനെ ഇത്രയും മോസ്റ്റ് മോഡേൺ ആക്കി മാറ്റി എന്ന് പറഞ്ഞാൽ നല്ല കഴിവ് വേണം. അതുപോലെ നമ്മളെ യൂസഫ് സാറിൻ്റെ ഐഡിയകൾക്കും ബിഗ് സല്യൂട്ട്. മാരക ഐഡിയ കേട്ടോ നിങ്ങൾക്ക്. അതേപോലെ തന്നെ ഈ വീടിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ യൂസഫ് ഖാൻ്റെ കൂടെ നിന്ന് സമ്മതിക്ക ഇല്ലെന്നുണ്ടെങ്കിൽ വീടില്ല എന്ന് തന്നെ പറയാം. കാരണം ഒരാൾ പ്രിപ്പയർഡായിട്ട് എനിക്ക് ഈ വീട് ഇത്രയും ഭംഗിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കാൻ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. സമ്മതിക്ക സെറ്റാക്കി തരും. സമ്മതിക്കാം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ വീടിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാൻ യൂസുഫലി ഞാനും ഒരുപാട് വളരെ ചെറുപ്പം മുതലുള്ള ചങ്ങായിമാരാണ്, സുഹൃത്തുക്കളാണ്, വലിയ സുഹൃത്തുക്കളാണ്. അവരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വീട് ചെയ്യണം, ലോ ബഡ്ജറ്റിൽ നല്ലൊരു വീട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെൻ്റെ സുഹൃത്താണ്. എൻ്റെ സുഹൃത്ത് സുഹൈബിനോട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ച് റെഡിയാക്കിയിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ വീട് ഫുള്ള് പൊളിക്കാതെ അതേ സ്ക്വയർ ഫീറ്റിൽ അതേ അളവ് അതിൻ്റെ ബൗണ്ടറിക്ക് അതന്നെ നിലനിർത്തിയിട്ട് ചുമരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ സ്റ്റെപ്പ് കയറി പോയിട്ടുണ്ട്, അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. അത് പണി പകുതി എത്തുമ്പോഴാണ് അവിടെ ഒരു ബാൽക്കണി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നിയത്. അപ്പോൾ തന്നെ സുഹൈബിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, എന്തോ ചെയ്യാലോ, അപ്പോൾ റെഡിയാക്കിയിട്ട് അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുക. ആർട്ടാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക് എല്ലാം നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ചെന്ന സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ഉണ്ട് ആർട്ട്പരമായിട്ടുള്ള ഇത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ടീം ചെയ്തതാണ് ഫുള്ളായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റിങ്സ് ആര് ചെയ്തതാണ്? കാരണം ലൈറ്റിങ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വീടിന്. ബെഡ്റൂമിൽ കഴിഞ്ഞാൽ നമുക്കൊരു ഓവർ പ്രകാശമില്ല, നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രം കറക്റ്റ് ചെയ്തിട്ടുള്ള സംഭവം. ലൈറ്റിങ്സ് ആര് ചെയ്താൽ? പിന്നെ നമ്മൾ ഇലക്ട്രിക് ഒരു റഫാത്ത് പറയണം, പുള്ളി ഇപ്പോൾ വരും, പുള്ളിയും കൂടി നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പോൾ ഷുഹൈബ് പറഞ്ഞ പോലെ എല്ലാ കാര്യവും, ഇപ്പോൾ ഷുഹൈബിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ കൂടി ചർച്ച ചെയ്യും. എല്ലാ വിഷയത്തിലും അതിൻ്റെ പണിക്കാരാണ് അവരും നേരിട്ട് സംസാരിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരാളെ സ്വന്തം അഭിപ്രായം അല്ലെങ്കിൽ അങ്ങനെയല്ല, എല്ലാ ടീമായിട്ട് വർക്ക് ചെയ്തിട്ട് എല്ലാവരും ആലോചിച്ചുണ്ടാക്കിയിട്ട് ഇത് വെച്ചങ്ങനെ ഉണ്ടാവും. ഇതാണ് അങ്ങനെ മാറ്റം വന്നിട്ട് അങ്ങനെ അതായത് ടീം വർക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നോക്കിയേ ഭയങ്കര ഇമ്പോർട്ടൻസ്. കാരണം വെച്ചാൽ നമ്മൾ
വ്യക്തിപരമായിട്ടൊരു സംഭവം ഡിസൈഡ് ചെയ്ത് അത് ഫൈനൽ ചെയ്യുമ്പം ചിലപ്പോൾ പൊളിക്കേണ്ടി വരും, ചിലപ്പോൾ വീണ്ടും അത് പുതുക്കി പണിയേണ്ടി വരും. പക്ഷേ ഈ ഒരു ടീം വർക്കിലുണ്ടല്ലോ അപ്പം തന്നെ വരും, അത് ചെയ്താൽ അങ്ങനെ ശരിയാവില്ലടാ, ഇത് ചെയ്താൽ എങ്ങനെ ശരിയാവില്ല എന്നുള്ള വിമർശനം കൂടി വന്ന് ആ വിമർശനം അംഗീകരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പൊളിക്കലും വേണ്ട, ഒരു പുതുക്കിപ്പണിയിലും വേണ്ട, നല്ല റിസൾട്ടായിട്ട് കിട്ടും നമുക്ക്. എക്കണോമിക് റേഞ്ചിൽ ചെയ്യുമ്പോൾ എന്താ ഈ പൊളിക്കലും പുതുക്കിപ്പണിയിലും ഏറ്റവും കൂടുതൽ നമുക്ക് പൈസ ചിലവാകുക. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാലോ കാണുമ്പം അത്രയും ഉഷാറായിട്ടുള്ള ഒരു വീട് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് ഇവർ. ഇവരാണ് ഈ വീട്ടിലേക്കുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളും സപ്ലൈ ചെയ്തിരിക്കുന്നത്, അതും നല്ല ക്വാളിറ്റി ഉള്ള. നമുക്കറിയാം ഈ വീട് കണ്ടാൽ തന്നെ പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽസിനെ പറ്റി നമുക്ക് ചെറിയൊരു ബ്രീഫിംഗ് നമ്മൾ ഇല്യാസ്ക്കും മനാഫ് കൂടി തരും കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ യൂസഫ് കാക്ക് നമ്മൾ വലിയൊരു താങ്ക്സ് പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾ യൂസഫ് കുറേ കൊട്ടേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. അപ്പം നല്ല മെറ്റീരിയലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും കൊടുക്കാൻ പറ്റിയിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ കിച്ചണിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കിച്ചണിൽ നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോളോൻ്റെ WBC ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ലാമിനേഷൻ എന്ന് പറയുന്നത് ഫുള്ള് അക്രലിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വരുന്നത് ഇതാ ഈ പ്രൊഫൈൽ ഹാൻഡിൽസ്, കിച്ചൺ ആക്സസറീസ്, അതുപോലെ കിച്ചണിൻ്റെ ടാൻഡം ബോക്സ്, കാര്യങ്ങളെല്ലാം മെറ്റീരിയലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ അടുത്തുള്ള എറ്റിക്ക്, ഒലീവ്, അതുപോലെ നമ്മൾ എപ്കോ കമ്പനികളാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ അപ്പോളോൻ്റെ മൾട്ടിവുഡ് ടോപ്പ് ബ്രാൻഡാണ്, ഇന്ത്യൻ ബ്രാൻഡ്, ഇന്ത്യൻ മെയ്ഡ് സാധനമാണ് അപ്പോളോ. അതിൽ 7 ഡെൻസിറ്റി, 6, 5 ഡെൻസിറ്റികളാണ് കൂടുതലും വരുന്നത്. ആ സാധനങ്ങളാണ് ഫുള്ള് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ WBC ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് അക്രലിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് 1.5, അത് ഒലീവ് ഗ്രീൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഗ്ലാസ് ടച്ച് മിറർ ഫിനിഷ് ആണ്. ഒരു വലിയ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു മോഡുലാർ കിച്ചൺ ആക്സസറീസ് ആണ് ഇതിൽ കൂടുതലും ഫീൽ ചെയ്യാറ്. പിന്നെ ബെഡ്റൂമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൽ നമുക്ക് നല്ല രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. കബോർഡിൽ നമുക്ക് സ്ലൈഡിംഗ് ആണ് ചെയ്തിട്ടുള്ളത്, സോഫ്റ്റ് ക്ലോസ് സ്ലൈഡിംഗ് ആണ്. ഒരു 18 ഇഞ്ച് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ഫിറ്റിങ്സ് ബ്ലോക്ക് ബോർഡാണ്. ബെൻഡ് വരാതെക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവം ബ്ലോക്ക് ബോർഡാണ്. അതിന് 2 സൈഡിലും വിനീർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ബെൻഡോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ അത് സോഫ്റ്റ് ക്ലോസ് ആയതുകൊണ്ട് നല്ല പവറിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള സാധനം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവർ ഒലീവിൻ്റെ സോഫ്റ്റ് ക്ലോസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ബെഡ്റൂമിൻ്റെ ഒരു സൈഡ് വാൾ പാനലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഏറ്റവും ഹൈലൈറ്റ് ആയി കൊടുത്തിട്ടുള്ളത് നമ്മളെ ലാമിനേഷൻ ആണ്. ഇത് ടൈൽ ടൈപ്പ് ലാമിനേഷൻ ആണ്. ഇത് ടച്ച് നമ്മളെ സ്റ്റോൺ ടൈപ്പാണ്, ടച്ച് സ്റ്റോൺ ആണ് വരുന്നത്. ഇത് സ്റ്റെയർ ഏരിയയ്ക്ക് നല്ലൊരു വെളിച്ചം കിട്ടാനും പറ്റുന്ന ഒരു വിൻഡോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ലാമിനേഷൻ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് ഗ്രില്ല് വേണ്ട, ഇത് സേഫ്റ്റി ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് ഡബിൾ ലെയർ ആയിട്ട് വരുന്ന ഗ്ലാസ് ആണ്. അപ്പോൾ ആ ബ്രേക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നല്ല ഒരു പിന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ഉള്ള ഒരു വർക്കാണ്. നമ്മൾ യൂസഫ് ഖാൻ്റെ മനോഹരമായ വീട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. യൂസഫ് ഖാൻ്റെ തിരക്കുകൾ, ഇവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞാൽ പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ പോകുമ്പോൾ ഈ വീട് പൊന്നുപോലെ നോക്കുന്ന 2 പേരാണ് നമ്മളെ റിജു ബ്രോയും ഫൈസൽ ബ്രോയും. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടല്ലോ, ഈ വീട്ടിൽ അലങ്കോലമായിട്ടുള്ളൊരു സാധനം കാണാനില്ല, ഒരു ചളിയുടെ ഒരു തരി പോലും ഇവിടെയും കാണാനില്ല. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഈ വീട് കൊണ്ടുകൊടുക്കുന്ന റിജു ബ്രോ എങ്ങനെ അതൊക്കെ സാധിക്കുന്നത്? ഇത് ശരിക്കും നമ്മളെ വീട് പോലെ കണ്ടാൽ മതി. നമ്മൾ വീട് എങ്ങനെയാണോ ക്ലീൻ ചെയ്ത് കൊണ്ടു നടക്കുന്നത് ആ രീതിയിൽ കണ്ടാൽ നമുക്കിതിൽ ഭംഗിയാക്കാൻ പറ്റും. കാരണം ഇതൊരു വലിയ സംഭവം കേട്ടോ. കാരണം സ്വന്തം വീട് ഒന്ന് നിങ്ങളെ വീടിനെ കൊണ്ടുനടക്കുന്നതിനെക്കാട്ടിയും ഫാർ ബെറ്റർ ആയിട്ട് ഈ വീട് നിങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം യൂസഫ്ക്ക് എങ്ങനെയാണോ റിജുഭായിനെ ഏൽപ്പിച്ചത് അതിന് ഭംഗിയായിട്ട് മൂപ്പര് വീട് പരിസരം കൊണ്ടുനടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഫൈസൽ ബ്രോയും ഈ എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഫൈസൽ ബ്രോനെ കോൺടാക്ട് ചെയ്യട്ടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടല്ലോ, എന്ത് വേണമെങ്കിലും ഓട്ടി വരും. നമ്മൾ റിജു ബ്രോയും ഫൈസൽ ബ്രോയും കട്ടാക്കി നിൽക്കാൻ വേണ്ടിയിട്ട് യൂസഫ് ഭായിൻ്റെ ബാക്കിലുള്ളതിനെ കൊണ്ട് തന്നെ ഈ വീട് ഇനി ഒരു 10 വർഷം കഴിഞ്ഞാലും ഇതേ മോഡിൽ തന്നെ ഉണ്ടാവും. ഫൈസൽ ബ്രോയും റിജു ബ്രോയും കെയർ ടേക്കർമാരായിട്ടുള്ള ഈ ഒരു വീട് ഒരു രക്ഷയില്ല, അടിപൊളി. ഇതേപോലത്തെ 2 ആൾക്കാരെ കിട്ടിയാണ്ടല്ലോ നിങ്ങൾക്ക് 10 അല്ല 20 വർഷം പ്രവാസത്തിൽ പോയി കഴിഞ്ഞാലും വിഷയമല്ല. ഫൈസൽ ബ്രോ എങ്ങനെ അതൊക്കെ സാധിക്കുന്നത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം ഈസ് നോട്ട് എ പ്ലേസ്, ഈസ് എ ഫീൽ എന്ന് പറയും. അപ്പം നമുക്ക് ഓരോ ബെഡ്റൂമിലാണെങ്കിലും ഡൈനിങ് ഹാളിലാണെങ്കിലും എല്ലാത്തിനും ഒരു ഫീൽ അത് നമുക്ക് നഷ്ടപ്പെടാതെ എങ്ങനെ ഒരു പുത്തൻ വീട്ടിലേക്ക് നിങ്ങൾ ഇവിടെ താമസിക്കാൻ പറ്റുന്ന ആ ഒരു ഫീല് ഈ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അത് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്, അത് ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. അതാണ് ഇതേപോലത്തെ 2 ആൾക്കാർ കിട്ടിക്കഴിഞ്ഞാൽ വിട്ടണം കേട്ടോ. ഇവരെ ഏതായാലും യൂസൊക്കെ വിട്ടിരില്ല. അപ്പോൾ
ഇതേപോലത്തെ രണ്ടാൾക്കാർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വീട് ഭംഗിയായിട്ട് നിലനിൽക്കും. നമ്മൾക്കറിയാം, നമ്മൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് പ്രവാസത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ഫണ്ടൊക്കെ സ്വരുക്കൂട്ടി നാട്ടിലൊരു വീട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മളെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ആ വീട് അലങ്കോലമായി കിടക്കുമ്പോൾ അല്ലെങ്കിൽ താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിൽ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അതിനുള്ള യൂസഫ് ക കണ്ടെത്തിയ സൊല്യൂഷൻ, ബെസ്റ്റ് സൊല്യൂഷൻ കേട്ടോ ഒരു യൂസഫ് ക നല്ല കിടിലൻ സെലക്ഷൻ ആട്ടോ നിങ്ങളത്. അപ്പോൾ അതെ, ഈ വീടും ഇവിടുത്തെ വീട്ടുകാരും ഇവിടുത്തെ സെറ്റപ്പൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, കമൻറ്റും എന്തായാലും ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഒരുപാട് താങ്ക്സ് ഇതുവരെ ഞങ്ങൾ വാച്ച് ചെയ്തതിന്. ബൈ.